ഇനി ഉമ്മ പറഞ്ഞേക്കൂല എന്നെ. എന്താ ഈ തലയും മുടിക്ക എണ്ണി നോക്കൊന്നും കിട്ടലില്ല എനിക്ക് അവിടുന്ന്. അതിനൊന്നും നേരം കിട്ടൂല അവിടെ. ആ തള്ള മുട്ട മലാലാണല്ലേ. എന്തെത്താടാ ജ്യോതപളി വന്ന് അനക്കാ കൈതോളപ്പിലെ രതീഷിനെ അറിയോ? എന്താടി യോനും തമ്മിൽ ബന്ധം? എന്താ ബന്ധം? എന്ത് കൊലക്കാ എനിക്ക്? നിങ്ങളൊരു ഒറ്റ ആളാണ് പിള്ളേനെ വഷളാക്കിയിട്ടുള്ളത്. കെട്ടിച്ചുണ്ടോയടുത്ത് മാനം മര്യാദക്ക് നിക്കണടി. ഉളുപ്പ് വേണം. ഓരാൺകുട്ടി ആയതുകൊണ്ട് അവിടെ കൊടുന്നാക്കിയത്. ഓൻ അറിയപ്പുള്ള എല്ലാ കേടും. ആൺകുട്ടി ഓന്റെ ആൺകുട്ടിക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് എന്തോ ഒലക്കാണ് അറിയാം. നിങ്ങളൊരാളാണ് ഈ പെൺകുട്ടീനെ വഷളാക്കിയത്. ഒന്നേ ഉള്ളൂ മോളല്ലേന്ന് പറഞ്ഞിട്ട് കൊഞ്ചിച്ചിട്ട് തന്നെക്കന്നെ ഇവള് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും ഇവൾക്ക് പ്രായം ഉണ്ടായിരുന്നില്ലേ? അപ്പഴ പ്രേമം പെൺകുട്ടിയൊക്കെ ഇല്ല. അതന്നെ പറയേണ്ടത്. നിങ്ങള് ഒരു തള്ള പറയേണ്ട വാക്ക് തന്നെയാണ്. ഇപ്പൊ ഓൾക്ക് ആ കൈതോളപ്പിലെ രതീഷിനായിട്ടാണ് പ്രേമം. അത് കൂടെ പഠിച്ച ചങ്ങായിയല്ലേ? കൂടെ പഠിച്ച ചങ്ങായി ഒന്നല്ല. ഏത് നേരത്തും ഇപ്പോൾ അങ്ങോട്ട് ടൗണിലേക്ക് പോണ സമയത്തൊക്കെ അവനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിപ്പോ അറിഞ്ഞിട്ടാണ് വരുന്നത്. നാട്ടുകാരെ വർത്താനം കേട്ടാണ് നമ്മളെ കുട്ടികളെ. ഇതന്നെ ഞങ്ങൾ പണ്ടും പറഞ്ഞിരുന്നു. അതെ, എന്ത് വന്നാലും വേണ്ടില്ല, ഇതിനെ ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടിയിട്ട് ഇവിടുന്ന് പറഞ്ഞാച്ചേ പറ്റുള്ളൂ. എനിക്ക് മാനമായിട്ട് നടക്കണം ഇവിടെ. അങ്ങനെ ആരെങ്കിലും തലയിൽ വെച്ചടി കൊടുക്കാൻ പറ്റും? അങ്ങനെ പറ്റും. ഇതൊക്കെ ഇങ്ങനത്തെ മുടക്കാച്ചരക്കുകളൊക്കെ അങ്ങനെ തന്നെ പോയിക്കോട്ടെ. അങ്ങനെ ഒന്നും പറ്റും. ഇവിടെ മനുഷ്യന് പുറത്തിറങ്ങി നടക്കണം. പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ ഇന്റെ ഭാര്യ പറഞ്ഞു തന്നെ ഉണ്ടാവും. എന്താ അതിനെന്താ കുഴപ്പം? ഇന്റെ ഭാര്യ പറഞ്ഞു തരുന്നത് നാട്ടുകാരല്ലോ. മോത് ഇടിച്ച് ഞാൻ പരത്തുക വേണ്ട കലക്കാൻ വേണ്ടിട്ട്. അടങ്ങി നിന്നോ. എന്തടങ്ങി നിന്നോ? കയ്യും കാലം അമർത്തി അട വെച്ചോ. ഇജേ അതെ കെട്ടിയ പെണ്ണുങ്ങൾ അന്തിയാകുമ്പോ കൂട്ടും കുടുംബം ഇന്റെ പെണ്ണെന്നെ അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. അല്ല, നാട്ടുകാരുടെ പെണ്ണുങ്ങളല്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഓള് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഇവള് പറയോ? എന്റെ കുട്ടിന്റെ വേണ്ട ജി ഇല്ലാന്ന്. ആ പെണ്ണ് അവിടുന്ന് ഒരു സുഖം പൊറുതി ഇല്ലാഞ്ഞിട്ട് അവനാന്റെ പെരീക്ക് വന്നതാ. ഒരു മുറുക്ക് കഞ്ഞിൻ്റെളം കുടിച്ചാൽ അതിനൊരു തൊയിരം കൊടുക്കൂല. ഇവനെ പറഞ്ഞ പെണ്ണിനെ വന്ന് ചീത്ത. എനിക്ക് ഇതിനൊന്നും തീറ്റിപ്പോറ്റാൻ പറ്റില്ല. ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്ന 10 പൈസ ഇതിന് തീറ്റിപ്പോറ്റാൻ പറ്റില്ല. എനിക്ക് മാനായിട്ട് പുറത്തിറങ്ങി നടക്കണം. അതിനോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറ്റുമോ? പുറത്തിറങ്ങാൻ മാർഗമില്ല. ഒരു ചായക്കടയിൽ പോയിരിക്കാൻ മാർഗമില്ല. അവനാന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കയ്യിലാണ് മാനം ആണുങ്ങളെ. അതിന്റെ അമ്മ ഒരു ചായക്കടി പോയി കുത്തിറക്കണം. ലേസിനി നോണി പറഞ്ഞോടുത്ത് എനിക്ക് ചായ ഇവിടെ അടുക്കള. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ മുടക്ക് ഉത്തരങ്ങൾ, ഈ മുട്ടുന്യായങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളൊരൊറ്റ ആളാണ് ഇതിനെ കേടുവരുത്തിയുള്ളത്. ഞാനും എന്റെ പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ എങ്ങോട്ട് വല്ല വാടക വീട്ടിൽ പോയിട്ട് താമസിക്കാം. അതാണ് ഏറ്റവും നല്ലത്. അതെ, ആയിക്കോട്ടെ. എന്നാലും മനസമാധാനം മാനം ഉണ്ടാവുമല്ലോ. തള്ളി മോളും കൂടിയിട്ടേ ഇവിടെ പുറത്താളി നന്നായിട്ട്. ഇതെല്ലാ വീട്ടിലത്തെയും തള്ളാര് ഇങ്ങനത്തെ സപ്പോർട്ട് പറയുന്ന ചില തള്ളാരുണ്ട്. മന്ദബുദ്ധികളായിട്ടുള്ള തള്ളാര്. കുട്ടികളെ ഓളെ വർത്താനം എന്റെ കുട്ടിയുടെ മേലങ്ങാൻ തൊട്ടാണ്ടല്ല അവന്റെ മൂട്ടുകാരിയാ തല്ലി ഓടിച്ചു. ഭയങ്കര സിനിമാ ഡയലോഗായിട്ട് നിങ്ങൾ ഇരുന്നോളിട്ടാ. ഈ പാന്നിയുടെ മുണ്ടക്കണ്ണുണ്ടല്ലോ കുത്തി പൊട്ടിക്കണം. ഓക്ക് ഉണ്ടക്കണ്ണി എനിക്ക് അതിലും വലിയ കണങ്ങൾ. രണ്ടാളൊരു വാപ്പാന്റെ മക്കളാണ്. ഉണ്ടക്കണ്ണി ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട്. ഓളെ കുറ്റം പറഞ്ഞ അന്റെ തന്നെ. ഇങ്ങോട്ടോ ഈ പുറത്തേക്ക് ഇറങ്ങി നാട്ടുമുള്ളു ഞാൻ ചവിട്ടി മുറിച്ചിട്ട് അവിടെ ഇട്ട് തിന്നാൻ തരും. അല്ല, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. തലാട്ടുന്നു. അടങ്ങി നിക്കടാ, അടങ്ങിക്കടാ. എല്ലാ വീട്ടിലും ഉണ്ടാവും നിങ്ങളെ പോലത്തെ ഒരു തള്ള ഈ പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിട്ട്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. എന്താടാ ഓള് വഴി ഓള് അവിടെ തെറ്റിക്കാൻ നേരം ഇങ്ങോട്ടല്ലേ പോകുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്ന അടങ്ങിയിട്ട് വീട്ടിലിരിക്കണം. കണ്ണി കണ്ട ആണുങ്ങളെ കണ്ണും കൈ വായലാവും ഇത്ര നീളം വെച്ചിട്ട് അതിന്റെ അടുത്ത് കൊണ്ടുണ്ടല്ലോ. അടങ്ങി നിന്നോ. കേറി പോകണ്ടത്തേക്ക് ചെല്ലാണ്ട്. ഞാൻ കേറി പോയിക്കോളാം. ഞാനാണല്ലോ ഇപ്പൊ ഇവിടുത്തെ കുഴപ്പം മൊത്തം. കേറിപ്പോ കുറുകല് കേക്ക്. എന്നിട്ട് അടുത്തതിന് വാ ചെല്ല്. മുട്ടുകാലായിട്ട് വന്നോ തല്ലാനും കുത്താനും. തടി ഓനി ഈ പറയേണ്ടത് ദാസിന്റെ കല്യാണം. ഒന്നും ചെയ്യില്ല. പോയിക്കോട്ടെ. മരുടിനമ്മ പറഞ്ഞേക്കൂല. ഓന്റെ വാടകയ്ക്ക് അവനൊന്ന് പറഞ്ഞേച്ചരാ.